രേനി രേനി എന്നാ എന്റെ മുന്നു കൊച്ചേ, ഇതെന്നെ ഈ കിടപ്പ് ഇങ്ങനെ കിടക്കുന്നേ? എത്ര ദിവസം ഒരു വീഡിയോ കിട്ടിട്ട് അമ്മച്ചി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അമ്മച്ചി പോയാൽ പോലും വീഡിയോ ഒന്നും ഇടാതെ ഇരിക്കരുത്, ഉറപ്പായിട്ട് അങ്ങനെ വീഡിയോ കിട്ടേക്കണം പറഞ്ഞതല്ല. എന്നിട്ട് തന്നെ ഇതുപോലെ കിടക്കുന്നതാണ്. ഇപ്പൊ എത്ര ദിവസമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? മോനെ എനിക്ക് പറ്റുന്നില്ല. ശരീരമൊക്കെ അങ്ങ് കുഴഞ്ഞു തളർന്നു പോകുന്നത് പോലെ. ശരി, എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, എത്ര വയ്യെങ്കിലും വീഡിയോ മുടങ്ങിയാക്കരുത്, നിന്റെ ഒരു വരുമാന മാർഗമാ, ആരോടും കൈ മുമ്പിൽ നീട്ടരുത്, നമുക്ക് ആവതുള്ള കാലം അമ്മച്ചി പറഞ്ഞിട്ടുള്ളതാ. ശരിയാ. എന്നിട്ട് എഴുന്നേക്കുന്നില്ലേ? ദൈവമേ, ചേച്ചിമാരൊക്കെ ഇന്നലെയും കൊണ്ട് പോയി. അവിടെ ചെന്നിട്ടും വിളിച്ചിരുന്നു. ഇന്നും രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചേ നീ പഴയതുപോലെ ആകണം, അമ്മച്ചി പോയി, അമ്മച്ചി കിടന്ന് നരയിക്കണമായിരുന്നോ, നീ അത് അമ്മച്ചി പോയത് നീ ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. നീ അതുപോലെ തന്നെ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയതും. ചെന്നപ്പോഴും ഒക്കെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെയും വലിയൊരാഗ്രഹമായിരുന്നു, നമുക്ക് ആവതുള്ള സമയം ആരോടും 10 പൈസ ചോദിക്കരുത്, നമുക്ക് അറിയാവുന്ന പണി അല്ലെ ചെയ്യാൻ പറ്റുന്ന ജോലി എന്തെങ്കിലും ചെയ്ത് നമ്മൾ 10 പൈസ ഉണ്ടാക്കണം, അപ്പം ആരുടെയും മുമ്പിൽ കൈ നീട്ടണമല്ലോ എന്ന് പറയും. അപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് ഞാനും അമ്മയും കൂടെ, ഞാൻ വെളുപ്പിനെ ഏറ്റ അരിയൊക്കെ അടുപ്പയിലിട്ടിട്ട് ഞാനും അമ്മച്ചിയും കൂടെ ഒരു 5:30 ആകുമ്പം കഞ്ഞിവെള്ളം കുടിക്കാനായിട്ടിരിക്കും. അതായത് കല്ലുപ്പ് കലക്കി ആ വെള്ളം ഒഴിച്ച് അമ്മച്ചിക്ക് ഞാൻ കഞ്ഞിവെള്ളം കൊടുക്കുന്നത്, ഞാനും കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് സോഡിയത്തിൻ്റെ പ്രശ്നമൊക്കെ മാറി എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേനോട് പറഞ്ഞൊരു കാര്യം, ഒരു 2-3 മാസം മുമ്പ്, എടി കൊച്ചേ, ഞാൻ അങ്ങ് പോയാലും നീ അരി അടുപ്പയിലിടുമ്പോൾ എനിക്കുള്ള ആ ഒരു പിടി അരി എടുക്കുന്നത് നീ കുറയ്ക്കാനൊന്നും നിൽക്കണ്ട, അതും അളന്നെടുത്തോണം, പക്ഷെ അത് അടുപ്പയിലൊന്നും ഇടാനായിട്ട് നീ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു അരി കഴുകുന്നതിന് മുമ്പ് ഒരു പിടി എടുത്തൊരു പാത്രത്തിലേക്ക് നീ അങ്ങ് മാറ്റിയിട്ടേക്കണം. എന്നുവെച്ചിട്ട് നിനക്കിത് എവിടെയെങ്കിലും പള്ളിയിൽ കൊടുക്കണേ, നീ കൊണ്ടുവന്നൊരു പെരുന്നാളിൻ്റെ സമയത്ത് നീ പള്ളിയിൽ കൊടുക്കുവോ, അതല്ല നിനക്ക് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് താല്പര്യം നീ അവിടെ കൊടുക്കുവോ, അതേ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോണമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അമ്മച്ചി ഇന്ന് പോയിട്ട് 8 ദിവസമായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ അമ്മച്ചി പോയത്, ഇന്നിപ്പം വെള്ളിയാഴ്ച, ഇന്ന് 8 ദിവസമായി. പക്ഷെ ഞാൻ ഇതുവരെ ഇടാനായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ എന്തിനാ കള്ളത്തരം പറയുന്നത്? കാരണം ഹിന്ദുക്കളുടെ നിയമം അനുസരിച്ച് അമ്പലത്തിൽ ഒക്കെ നമുക്ക് പോണേലും അവിടെ എന്തെങ്കിലും ചെയ്യണേലും 16 രാത്രി കഴിഞ്ഞ് പുണ്യാഹമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തളിച്ചതിന് ശേഷമേ നമുക്ക് അമ്പലത്തിൽ കയറാനും അമ്പലത്തിലോട്ട് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റി വയ്ക്കാനും പറ്റത്തുള്ളൂ. ഇതിപ്പോൾ എനിക്ക് അമ്പലത്തിൽ കൊടുക്കണമെന്നുമില്ല, പള്ളിയിൽ കൊടുക്കണമെന്നുമില്ല. പള്ളിക്കാർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആ മരിച്ച അന്ന് തന്നെ കൊണ്ട് കൊടുത്താലും പള്ളിക്കാർക്ക് സ്വീകാര്യതയാണ്. അപ്പം എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല. അമ്മച്ചീനെ പ്രതീക്ഷിച്ച് അമ്മച്ചി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി മരിച്ചു കഴിഞ്ഞും അവർക്ക് ഭക്ഷണമോ അല്ലെ അതിനുള്ള സാധനമോ ഞാൻ തൊടുപുഴയിലാണ് കൊടുക്കുന്നുള്ളത്, അവിടെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അമ്മച്ചി എന്നോട് പറഞ്ഞൊരു, നീ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട, മേടിച്ചും കൊടുക്കണ്ട, അപ്പം നീ എന്ത് ചെയ്യണം, 1 വർഷമാകുമ്പം ഈ സാധനം നീ അവിടെ എത്തിച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനോ സാധിക്കാനോ ഉണ്ടെങ്കിൽ ഈ അരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുണ്യമുള്ളൊരു സാധനം, അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പിടിയരി എടുത്തിട്ട് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലോർക്കുക, ഞാൻ ഈ 1 വർഷം ഈ പിടിയരി എടുത്ത് കലത്തിലിട്ട് കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച്, കാരണം അമ്മച്ചി പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടാണ് ഈ അരി ഇടുന്നെങ്കിൽ പോലും നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിനു മുമ്പ് ദൈവമേ എനിക്കൊരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട്, ഇതെനിക്ക് സാധിച്ചു കിട്ടണം, മുടക്കമില്ലാണ്ട് ഞാനിത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചോളാമെന്ന് പറയുക, ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടത്താനുള്ളത്, അപ്പോൾ അതിങ്ങനെ ഓരോ പ്രാവശ്യവും പിടിയിരിടുമ്പോൾ ദൈവമേ ഞാൻ ആ പറഞ്ഞ കാര്യം എനിക്ക് സാധിക്കണം, ഞാൻ ഈ അരി അവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം ഒരു പിടിയരി കൊണ്ടാണ് നമ്മുടെ തങ്കിപ്പള്ളിയിലെ യേശുവിൻ്റെ പൂർണ്ണകായ ചിത്രം കുറേ വീട്ടമ്മമാർ പിടിയരിയിട്ട് നിക്ഷേപിച്ചാണ് തങ്കിപ്പള്ളി ആയതും ആ പള്ളി ഇങ്ങനെ ഉയർന്നു വന്നതും. അതൊക്കെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാം. തങ്കിപ്പള്ളിയിലെ ഏറ്റവും വലിയ നേർച്ച ഇപ്പോഴും പിടിയരി തന്നെയാണ്. അപ്പോൾ ആ പിടിയരിയുടെ ഒരു മഹത്വം അറിയാലോ. അല്ലാതെ നമ്മൾ 1 കിലോ അരിയോ 10 കിലോ അരിയോ ഒന്നും എടുത്തു വെക്കണ്ട, പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞു കണക്ക് ആ പിടിയരി ഇടുമ്പോൾ നമ്മൾ വല്ലപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു 5 രൂപയോ 10 രൂപയോ 100 രൂപയോ 50 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു തുകയും അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചേക്കുക. അപ്പം നമ്മൾ ഈ അരിയായിട്ട് നമ്മൾ ഏത് സ്ഥലത്താണോ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഈ കാശ് വലിയൊരു എമൗണ്ട് ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ചിലവിനുള്ളതും അല്ലെ വണ്ടിക്കൂലിക്കുള്ളതും പൈസ എടുത്തിട്ട് ബാക്കി നമ്മൾ അവിടെ കൊടുത്താൽ മതി. ഉറപ്പായിട്ട്
എത്രയാണേലും നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് പറഞ്ഞാൽ ഈ ഒരു പിടിയേരി കൊണ്ട് നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല. അനുഭവങ്ങളാണ്. നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ ആലപ്പുഴ, അതായത് തങ്കിക്കവലയിൽ തങ്കിപ്പള്ളിയിലൊന്ന് വരണം. കാരണം യേശുവിൻ്റെ പൂർണ്ണകായ ചിത്രവും അവിടെയാണുള്ളത്. ഞങ്ങൾ അമ്മച്ചി മരിച്ചു കഴിഞ്ഞ് ചേച്ചിയൊക്കെ വീട്ടിലേക്കൊക്കെ പോവായിരുന്നല്ലോ അവരെല്ലാവരും. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയെന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരും കൂടെ, അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലോ, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തങ്കിപ്പള്ളിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചി അവിടെ പോയിട്ടില്ല, യേശുവിൻ്റെ പൂർണ്ണകായ ചിത്രം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി യേശുവിനെ കണ്ടു. അമ്മച്ചി യാത്രയായ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ ആരും സ്നാനപ്പെട്ടിട്ടോ എടുത്തിട്ടോ ഒന്നുമല്ല അവിടെ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വ്യക്തി സ്വാതന്ത്ര്യം, ഓരോരോ വിശ്വാസങ്ങൾ ഒക്കെയുണ്ട്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഇരുന്നതാണ്. പക്ഷേ എങ്കിൽ 16 രാത്രി കഴിയാത്തത് കൊണ്ടാണ് പോകാതിരുന്നത്. അപ്പം ഈ ഒരു പിടിയരിയും കൈ കിട്ടുന്നത് പോണക്ക് ചില്ലറ ഈ പിടിയരിക്കകത്ത് ഇട്ട് വയ്ക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് ഇട്ട് വയ്ക്കുക. അപ്പം നിങ്ങൾ 6 മാസം കഴിഞ്ഞാണോ കൊടുക്കുന്നത്, ഈ മനസ്സിൽ ഓർക്കുക, ഞാനിത് 6 മാസം കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് എത്തിച്ചോളാം. 1 വർഷം കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ആ 1 വർഷം കഴിഞ്ഞ് അവിടെ എത്തിച്ചോളാം എന്ന് മനസ്സിലോർക്കുക. ഇത് ഇനിയിപ്പം ഞാൻ ഇടാൻ തുടങ്ങുമ്പോൾ ഞാൻ 1 വർഷം കഴിഞ്ഞെത്തിക്കുമെന്നും പറഞ്ഞാണ് ഞാനിത് ചെയ്യാൻ പോണത്. അപ്പം എന്നിട്ട് ഞാനിത് ആ 1 വർഷത്തിന് ശേഷം ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ കൊടുക്കും. അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്കാവതുള്ളപ്പം നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുക. ആരോടും വാശിയും വൈരാഗ്യവും കുശുമ്പും അസൂയ ഒന്നും പാടില്ല. നമുക്ക് ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെക്കൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതല്ല, അവനവൻ്റെ വീട്ടിലെ വലിയ വലിയ കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ. അന്യൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് നാട് നീളെ പറഞ്ഞ് പരത്തി നടന്ന് മനസ്സുഖം കണ്ടെത്തുന്നവരാണ് 100-ൽ 80% ആൾക്കാരും. അവനവൻ്റെ കാര്യമല്ല വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറഞ്ഞത്. ഞാൻ പിന്നെയും പറയുന്നു, എൻ്റെ അമ്മച്ചിക്ക് മരണാനന്തര ചടങ്ങുകളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ പുള്ളിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാനും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ചടങ്ങുകളും വെച്ചേക്കരുത്. അപ്പം ഇന്ന് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, തിരിച്ചും ഇതുപോലെ അമ്മച്ചിയുടെ മരണം താമസിച്ചറിഞ്ഞ് ദഹനമൊക്കെ കഴിഞ്ഞറിഞ്ഞുകൊണ്ട് വരാഞ്ഞെന്ന് പറഞ്ഞ് ഇന്ന് എന്നെ കാണാൻ വന്ന് സംസാരിച്ചപ്പം പറഞ്ഞു, രജനി താൻ ചെയ്തതാണ് ഏറ്റവും ശരി. ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ മാൻ്റെടുക്കൽ പറഞ്ഞിട്ടുണ്ട്, താൻ ഇവിടെയെങ്കിലും തെക്ക് വശത്തെങ്കിലും അമ്മേനെ ദഹിപ്പിച്ചു തൻ്റെ പറമ്പിലേക്ക്. പക്ഷേ എന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിൽ പോലും വിളിട്ടേക്കരുത്. ഒരാംബുലൻസ് വിളിക്കുക, നേരെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോവുക, അവിടെ വെച്ച് ദഹിപ്പിച്ചേക്കുക. ആ ചിതാഭസ്മം പോലും മേടിച്ചുകൊണ്ട് പോകുന്നേക്കരുത്. അവിടെ നിങ്ങൾ കൊടുത്ത് അവിടുത്തെ പൈസ അടച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോരേന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഈ ചെയ്തതുപോലെ ഒരു തിരി വെക്കാനോ കുന്തിരിക്കാൻ പോയിക്കാനോ സാമ്പ്രാണി വയ്ക്കാനോ ഒന്നും ചെയ്തേക്കരുത് ഞാൻ എൻ്റെ മാൻ്റെ അടുക്കലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ചട്ടവും നിയമവും വേണം. ഇത് മരിച്ചവർ എന്തിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞതാ, മരിച്ച ശരീരം മണ്ണോട് ചേരും, ഈ ഒരു ജീവൻ വായുവിൽ അലിഞ്ഞു ചേരും, പിന്നെ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല, താൻ ചെയ്തത് വളരെ ശരിയാന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് നേരിട്ട് പറഞ്ഞൊരു കാര്യം. എൻ്റെ ഈ വീഡിയോ ഒക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അവർക്കിത് കണ്ടു കഴിയുമ്പോഴും മനസ്സിലാകും. അപ്പം ഞാൻ പറഞ്ഞതും ചെയ്തതും എന്നെ അനുകൂലിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ആ അനുകൂലിച്ചവരോടെല്ലാം ഒരുപാട് സ്നേഹവും ഇഷ്ടവും. എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ നടപ്പാക്കിയത്. അപ്പം നിങ്ങളും നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കും ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് സാധിച്ചു കൊടുക്കണം. പറ്റത്തില്ല അവരോട് അന്നേരം നമ്മളോട് ഞങ്ങളത് ചെയ്യത്തില്ല, ഞങ്ങളുടെ സാഹചര്യം പറ്റത്തില്ല, സമൂഹം എന്ത് വിചാരിക്കും, സമൂഹത്തിലുള്ളവരാകൊണ്ട് അത് പറ്റത്തില്ല, ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞു അവരതിനും വേറെ മാർക്കും എന്തെങ്കിലും സ്വീകരിച്ചോളൂ. പക്ഷെ എൻ്റെ അമ്മച്ചി അത് പറഞ്ഞപ്പം ഞാനത് അംഗീകരിച്ച ഒരാളാണ്. ഞാനെന്നല്ല, ഞങ്ങൾ മക്കളെല്ലാം. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പിടിയേരിക്കാരി നിങ്ങൾ മറക്കാൻ നിൽക്കണ്ട. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.